എന്തൊരു കറി ഇത്, എന്തൊരു കറി. അതില്ല, ഞാനിത് ചമ്മന്തിയാണ്. കഴിച്ചോ അങ്ങോട്ട്, അത് കഴിച്ചോ, ആയിട്ട് ഇളക്കി തിന്നു. അവള് വരുന്നുണ്ട്. അമ്മ ഇതെപ്പോഴും വന്നായിരുന്നു? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ചോറുണ്ടാ? നീ പോയിട്ടല്ല കാര്യം എന്തിനായി? ശരിയായി. ആ കൊതു മൂപ്പാട് വന്ന് ഇത്രയും നേരം നിന്നെങ്കിലും സാധിച്ചു കേട്ടാ, കാര്യം സാധിച്ചു. ഇത്രയും നേരം നിർത്തിയിരുന്നു അവിടെ വില്ലേജ് ഓഫീസിൽ എന്നെ നിർത്തിയിരുന്നു. വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ പറയും പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലാം, പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ പറയും വില്ലേജ് ഓഫീസിൽ ചെല്ലാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂപ്പാട് വന്നെങ്കിലും കാര്യം സാധിച്ചെന്നരായാലും. ഞാൻ അതാ വരുന്നു. ഇതെന്തിന് കറിയൊന്നും എടുത്തില്ലേ? പിന്നെ ചമ്മന്തി അരച്ച എന്തിന്? ചമ്മന്തിയാ? ചമ്മന്തി അത് ചുമ്മാ ഉണ്ടാക്കിയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? സത്യം പറയല്ലേ? അപ്പോഴേ ഞാൻ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വന്നപ്പോഴേ അമ്മയുടെ കൂടെ അമ്മ നിങ്ങളുമായിട്ട് എന്തുവരും സംസാരിച്ചോണ്ടിരുന്നു? എന്നെ കുറിച്ച് എന്തരോ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു. എന്തൊരു പറയും. അതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നീ ഉണ്ടാക്കുന്ന ഈ ആഹാരത്തൊക്കെ നല്ല ടേസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞേ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ അങ്ങനെ പറയത്തില്ല. പണ്ട് അമ്മ എന്നെ എന്നും വഴക്ക് പറയുമായിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഇല്ലെന്നും പറഞ്ഞോണ്ട്. പിന്നെ അമ്മ ഇപ്പൊ അങ്ങനെ പറയൂ? അല്ല ഇപ്പം അന്ന് നീ പഠിച്ചില്ല, ഇപ്പം നീ നല്ലപോലെ പഠിച്ചെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പം എല്ലാം ഉണ്ടാക്കി പഠിച്ച് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതേ പറഞ്ഞോളൂ. അപ്പോഴേ അവിടെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരുന്ന ആരായിരുന്നു? അപ്പം അമ്മ ചമ്മന്തി ഉണ്ടാക്കിയാണോ കഴിച്ചേ? അല്ല, ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചല്ല, അത് നീ ഉണ്ടാക്കി വെച്ച കറികളുണ്ടല്ലോ, അതിൻ്റെ കൂടെ നീ ഉണ്ടാക്കി 2-3 മീൻകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പുളിച്ചോറി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ ചമ്മന്തി കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആവുമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. നീ ഒന്ന് കഴിച്ചു നോക്ക്. അങ്ങനെ ഉണ്ടാക്കിയാണ് അമ്മച്ചിക്ക് അമ്മച്ചിയുടെ പഴയ മോഡലുള്ളൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കി. അങ്ങനെയാണ്. പിന്നെ നാളെ ഒരു 5:30 മണിയാകുമ്പോൾ എന്നെ വിളിക്കണേ. കാരണം അമ്മയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് അങ്ങ് പോകണമെന്ന് പറഞ്ഞു, വീട്ടിലെ അവരെ കൊണ്ടാക്കണം. അപ്പോൾ അമ്പലത്തിൽ രാവിലെ കൊണ്ടുപോയിട്ട് 7 മണിയാവില്ലേ, അപ്പോൾ 7:30 ബസ്സിൽ കയറ്റി വിടണം അവർ. അതുകൊണ്ടാണ് രാവിലെ വിളിക്കണേ, മറന്നുപോലെ. അങ്ങനെ പറഞ്ഞാലോ? ഇന്ന് ഇങ്ങോട്ട് വന്നേയില്ലേ ഉള്ളു, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അമ്മയ്ക്ക്? അല്ലെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ തന്നെ, അമ്മ എന്നും അവിടെ നിൽക്കത്തുള്ളൂ. ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാൻ പറഞ്ഞാൽ അമ്മ നിൽക്കത്തേ ഇല്ല. ഇനി എന്തായാലും ശരി, 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ പോയാൽ മതി. ഓ ഭഗവാനെ, അപ്പോൾ ഇനി ഒരു 2 ദിവസം എന്തായാലും ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കാം. പിന്നെ നാളെ അമ്പലത്തിൽ പറയാം. ശരി, കിടന്നു. എന്നെ 5:30 വിളിക്കണേ.